ടോപ്പിക് എന്ന് പറയുന്നത് വൈ ഡയഗ്രാം അല്ലെങ്കിൽ വൈ ചാർട്ട് എന്ന് പറയും. ഓർ അതർവൈസ് ഗജാസ്കി ചാർട്ട് അല്ലെങ്കിൽ ഗജാസ്കി ഡയഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഗജാസ്കി എക്സ്പ്ലെയിൻ ദ ഗജാസ്കി ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗജാസ്കി ഡയഗ്രാം അല്ലെങ്കിൽ ഈ വൈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഡിസൈൻ ഫ്ലോയാണ്. അതായത് ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ആ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ഡിസൈൻ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാർട്ടിന് പറയുന്ന പേരാണ് വൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി വൈ ചാർട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ത്രീ ഡൊമൈൻസ് വെച്ചിട്ടാണ്. ത്രീ ഡൊമൈൻസ് മീൻസ് ഒരു ബിഹേവിയറൽ ഡൊമൈൻ ഉണ്ട്, സ്ട്രക്ചറൽ ഡൊമൈൻ ഉണ്ട്, ജോമെട്രിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡൊമൈൻ. ഇതാണ് ത്രീ ഡൊമൈൻസ്. ഇതാണ് ഈ താഴെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു വൈ ഡൊമൈൻ. കണ്ടോ, ഈ വൈ ഡൊമൈൻ ആക്ച്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബിഹേവിയറൽ ഡൊമൈൻ, സ്ട്രക്ചറൽ ഡൊമൈൻ ആൻഡ് ജോമെട്രിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡൊമൈൻ. ഈ 3 ഡൊമൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വൈ ചാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, these domains can be used to describe the design of almost any artifact and thus from the general taxonomy of describing the ഡിസൈൻ പ്രോസസ്സ്. ആ ഡിസൈൻ പ്രോസസ്സിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഹേവിയറൽ മോഡലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഹേവിയറൽ മോഡൽ, അവിടെ നിന്ന് സ്ട്രക്ചറൽ, ദെൻ ജോമെട്രിക്കൽ, എഗെയിൻ ഇങ്ങനെ റൗണ്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു വൈ ഡയഗ്രാം അല്ലെങ്കിൽ വൈ ചാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കാര്യം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു അൽഗോരിതം. ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 16 ബിറ്റ് ആർഡർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ആർഡർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്താണ് കുറേ 4 ബിറ്റ് ആർഡേഴ്സ് വേണമായിരിക്കും അല്ലേ. ഒരു 16 ബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 4 ബിറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഈ 4 ബിറ്റിന് അണ്ടറിൽ ചിലപ്പം എന്തുണ്ടാവും, ഒരു ഹാഫ് ആർഡർ വേണമായിരിക്കും. ഒരു ഹാഫ് ആർഡറിനെ ഞാൻ എങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത്? അതിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എ എക്സ് ഓർ ബി എന്നാണെങ്കിൽ നമ്മൾ നാൻ ഗേറ്റും വെച്ചിട്ടായിരിക്കും അതുണ്ടാക്കുന്നത്. എഗെയിൻ അതിൻ്റെ അണ്ടറിൽ എന്തുണ്ടാവും, ഒരു ആൻഡ് ഗേറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റ് ഇതാണ്. അപ്പർ ടോപ്പ് ലെവൽ ഏതാണ്, 16 ബിറ്റ് ആർഡറാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ എന്താണ്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡയഗ്രമാണ് എന്ത്, ഈ വൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താണോ എനിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അൽഗോരിതം എഴുതുകയാണ് ചെയ്യുന്നത് അല്ലേ. അൽഗോരിതം അതാണ് ബിഹേവിയറൽ ഡൊമൈനകത്ത് വരുന്നത്. അൽഗോരിതം ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പ്രൊസസ്സർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ചിപ്പ് ഫ്ലോർ പ്ലാനിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന സർക്യൂട്ടിൻ്റെ ലേഔട്ട്, എത്രത്തോളം ഏരിയ വേണം, സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് എങ്ങോട്ട് പോകും, FSMലേക്ക് പോകും. FSM എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പം ഞാൻ ഈ കാണിച്ച പോലെ തന്നെ എന്താണ്, നമ്മളൊരു മോഡൽ വൈസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ് FSM വെച്ച് അല്ലേ. അവിടെ നിന്ന് പിന്നെ പോകുന്നത് രജിസ്റ്റർ അല്ലെ ALU ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഓരോ മൊഡ്യൂൾസും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, കുറേ രജിസ്റ്റേഴ്സും ALUസും ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ മൊഡ്യൂൾസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് പോകുന്നത് മൊഡ്യൂൾ പ്ലേസ്മെൻറ്റിലേക്കാണ്. മൊഡ്യൂൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട ടോപ്പ് സർക്യൂട്ട്, ആ ടോപ്പ് സർക്യൂട്ടിൻ്റെ താഴെ നമുക്ക് ഏറ്റവും 16 ബിറ്റ് ആണെങ്കിൽ 16 ബിറ്റ്, അതിൻ്റെ താഴെയുള്ള സെക്ഷനെ എല്ലാം പറയുന്നവരാണ് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ, ഓരോ സെൽസ് വെച്ചിട്ടാണ്. ഓരോ ലീഫ് സെൽസ് വെച്ചിട്ടാണ്. ഓരോ സെൽസിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ചിലപ്പോൾ ഓരോ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഇപ്പം 16 ബിറ്റ് ആർഡർ, 4 ബിറ്റ് ആർഡർ, ഹാഫ് ആർഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പം എന്താ കുറേ ആൻഗേറ്റ് അല്ലെങ്കിൽ ബേസിക് ലെവൽ ഓഫ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, കുറേ ബേസിക് ലെവൽ ഓഫ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി കേട്ടോ. ഈ ഒരു ലെവലിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മൊഡ്യൂൾ പ്ലേസ്മെൻറ്റ് പറയുന്നത്. മൊഡ്യൂൾ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ തൊട്ട് മേളിൽ കണ്ടത് നമ്മൾ സെൽ പ്ലേസ്മെൻറ്റിലേക്കാണ് പോകുന്നത്. മൊഡ്യൂള്, സെല്ല്, അവിടത്തേക്ക് പിന്നെ ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നത് നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം മൊഡ്യൂൾ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഓരോ മൊഡ്യൂൾസിൻ്റെ ഡിസ്ക്രിപ്ഷന്. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുന്ന ലീഫ് സെല്ലിലേക്കാണ്. ലീഫ് സെല്ലിൻ്റെ പ്ലേസ്മെൻറ്റ്, അത് ലീഫ് സെല്ല്. ദെൻ ഞാൻ പറഞ്ഞു ബൂളിയൻ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഹാഫ് ആർഡർ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയിട്ടായിരിക്കും അല്ലേ. ആ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ അണ്ടർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൽ നിന്നാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഏറ്റവും ഫൈനൽ ലെവലിൽ വരുമ്പോൾ ട്രാൻസിസ്റ്റർ പിന്നെയും പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകും, മാസ്കിലേക്ക് പോകുന്നു. വെച്ചാൽ ട്രാൻസിസ്റ്റർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേഫർ പ്രിപ്പറേഷൻ വഴിയാണ് അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മോസ്ഫെറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. പി-ടൈപ്പ് സബ്സ്ട്രേറ്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്ത്, വൈ ഡയഗ്രാം എന്ന് പറയുന്നത്.